നോക്കിക്കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള കഥാപാത്രം, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ റൂട്ടിലുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും. അപ്പം വേണമെങ്കിൽ താങ്കൾ ഒരു ഗ്രാഫ് വെച്ചിട്ട് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്യാം, ഐ ലൈക്ക് ദിസ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ പോലെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം എന്ന് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്താൽ ആ ഒരു സ്റ്റേജിലാണുള്ളത്. പക്ഷെ ഇപ്പോഴും ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഓഡിയൻസിന് കണക്റ്റഡ് ആവണം എന്നുള്ള അതാ ഇപ്പോഴും ഓൾറെഡി അങ്ങനെ ഫിക്സഡ് ആണോ അത്? എന്താ വെച്ചാൽ വി ആർ ടൂൾസ് ടു മേക്ക് എ സിനിമ. നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, എന്നേക്കാളും വലുതാണ് സിനിമ, സ്റ്റോറി, പടങ്ങളെല്ലാം. സോ ഐ ഡോണ്ട് തിങ്ക് ഐ കാൻ ടെൽ okay, I have a few people who will like to see me in this way. I don't think they are making my marriage video, they're making a cinema. So I need to become the character that the cinema needs. If there is a problem in the intention of the character, or the problem I'm not accepting the behavior of the character because of psychological reasons or this thing, then I might tell illengil adu idu vedum. Normally കുറെ ഫിലിമുകൾ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് സർ, അത് എൻട്രി ഒന്നും വേണ്ട, എന്താ വെച്ചാൽ ഇവരൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടറല്ല, അത് വേണ്ട, ആ ഷോട്ട് വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് വന്നാൽ മതി എന്ന് അങ്ങനെ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോ അതേ ടർബോയിൽ ഒരു വില്ലൻ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർക്ക് അത് വേണം, അത് എനിക്കല്ല. സോ ഐ നീഡ് ടു നോ ദാറ്റ് ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് ഫോർ മീ. സോ വെൻ ദ ക്യാരക്ടർ നീഡ്സ് ഐ നീഡ് ടു ഡു ഇറ്റ്. ഇഫ് ദ ക്യാരക്ടർ ഡസന്റ് നീഡ് ഐ നീഡ് ടു സ്റ്റോപ്പ് ഇറ്റ്. സോ ടോബിയിലെ കഥാപാത്രമൊക്കെ ഭയങ്കര രസമുള്ള ഒരു അതെ 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 അതൊക്കെ വളരെ അവനൊരു മണ്ടയുടെ പോലെ. സോ that idea was there in the film. Yeah. ഓനെ 2 പടം മാത്രമേ ഹിറ്റടിച്ചു. എന്താ നല്ല വർഷം. കറക്റ്റ് പറയാം. കറക്റ്റ് പ്രഷർ ഒന്നുമില്ല പോലെ. എന്താ വെച്ചാൽ നമുക്ക് പടം ചെയ്യുമ്പോഴാണ് ആ പ്രഷർ, ഇത് നന്നായിട്ട് ചെയ്യണം, അതാണ് പ്രഷർ. അപ്പോൾ അത് ക്വാളിറ്റി അച്ചീവ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇപ്പോൾ ഇതൊരു ടെംപ്ലേറ്റ് ഒരു പടമൊന്നും അല്ല, വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു മാസ് പടമാണ്. ഇപ്പോൾ ഈ ഗ്രാമർ ഇത് ഇവർ ആൾക്കാരൊക്കെ എങ്ങനെ പിടിക്കൂ, അവർക്ക് ഇത് എങ്ങനെ തോന്നും, ഇതാണ് നമ്മുടെ ക്യൂരിയോസിറ്റി. എല്ലാ പടങ്ങളും നമ്മൾക്ക് എങ്ങനെ വെച്ചാൽ അതിൽ കുറേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യൂ, എക്സ്പെരിമെന്റ് ചെയ്യൂ, പിന്നെ അതിന്റെ റിസൾട്ട് എങ്ങനെ കിട്ടും, അതിലാണ് നമ്മൾ കുറച്ചും കൂടി വി ലേൺ എ ലോട്ട്. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ പ്രഷർ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വി ഡിഡ് എ ഫിലിം സൂപ്പറും. സോ എന്താ പ്രഷർ? ഓക്കെ, വി ഡിഡ് എ ഫിലിം, വി റിലീസ്ഡ് എ ഫിലിം. പീപ്പിൾ മേക്ക് ഇറ്റ് എ ഹിറ്റ്, പീപ്പിൾ മേക്ക് ഇറ്റ് എ ഫ്ലോപ്പ്. അത് എന്തിനാ? അത് നമ്മൾ കുറച്ചും കൂടി അനലൈസ് ചെയ്താൽ നമ്മൾ ബെറ്റർ ഫിലിം മേക്കർ ആവും. അങ്ങനെ പ്രഷർ ഒന്നുമല്ല, കുറച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇല്ല, അവരെപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കൂ, നീ എപ്പോ എനിക്ക് ഡയറക്റ്റ് ചെയ്യൂ? അപ്പൊ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അനുപമ ചോപ്രയുടെ ഇന്റർവ്യൂല്, ഐ കാൺ ഡയറക്ട് സ്റ്റാർസ്. അതാണ് ഇതിന്റെ ആക്ച്വൽ സ്വാഭാവിക ഒരു ക്വാളിറ്റി. എനിക്കത് അറിയില്ല എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇത് ചെയ്യണം. പക്ഷേ അപ്പോ ശിവരാജ് കുമാർ സർ പറയുന്നത്, ഞാൻ സ്റ്റാർ ഒന്നുമല്ല, നിങ്ങൾ ഡയറക്ട് ചെയ്താൽ മതി, ഡയറക്റ്റ് എപ്പോഴും. അപ്പോൾ അത് അവരുടെ ഗ്രേറ്റ്നെസ് ആണ്. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് ചെയ്താൽ അത് എനിക്ക് തെറ്റാവും. സോ ഐ നീഡ് ടു ഫൈൻഡ് സ്റ്റോറീസ് വിച്ച് വിൽ ആക്ച്വലി മാച്ച് ദ ചൈൽഡ്ഹുഡ് ഐഡൽസ് ദാറ്റ് ഐ വർഷിപ്ഡ്. അപ്പോൾ അവിടെ പോയാൽ അതൊക്കെ ഒരു ഇതുണ്ട്, എന്താ ഒരു റെസ്പെക്ട് ഉണ്ട്. So I'm still seeing whether that kind of stories will form inside me. അത് വന്നാൽ ഞാൻ 100% ചെയ്യും. അവിടെ ഇല്ലെങ്കിൽ മമ്മൂട്ടി സർ പറഞ്ഞിട്ടുണ്ട്, എന്തായെങ്കിൽ ഇന്ത്യക്ക് പറയാണ്ട്. പക്ഷെ എനിക്ക് ജാടൊന്നുമില്ല, പക്ഷെ ഒരു പേടിയില്ല. അത്ര വലിയ ഒരു സൂപ്പർ സ്റ്റാർ അവർക്ക് പോകുമ്പോൾ എൻ്റെ അവർ ഇത് വേണല്ലേ, എനിക്ക് വേണല്ലേ, അവർ ആരുണ്ട്. സോ ഇല്ല മോനെ, അതാണ് പറയുന്നത്. മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് I would have said I have another story which I'm directing in the near future. അപ്പോൾ അതിന്റെ ഒരു തോട്ട്സ് ഉണ്ട്, അതിൽ ഈ ക്യാരക്ടേഴ്സ് ഇല്ല. സോ ഇതിന് ശേഷം എന്തായാലും വന്നെങ്കിൽ 100% I would work. Sir, hello. Hello. First of all, welcome to Kerala. Thank you, man. Welcome back to Kerala. Yeah. ഇപ്പം ശിവനെ നോക്കുവാണെങ്കിൽ
കൊമേഴ്ഷ്യൽ മൂവീസിന്റെ ഒരു കിങ് ആണ് അദ്ദേഹം. ഉപേന്ദ്ര സാർ എന്ന് പറയുമ്പോൾ എക്സ്പെരിമെന്റ് മൂവീസിന്റെ ഒരു കിങ് ആണ്. താങ്കൾ റിയലിസം വെച്ച് അത്രയും കിടിലം വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ ഈ 3 ജേണേഴ്സുകൾ ഒരുമിച്ച് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ 3 ജേണേഴ്സ് ചെയ്ത ആളുകൾ ഒരുമിച്ച് വരുന്ന സമയത്തുള്ള ഒരു ഓറ എത്രത്തോളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഐ തിങ്ക് യു ഹാവ് എക്സ്പ്ലെയിൻ ഇറ്റ് വെരി ബ്യൂട്ടിഫുള്ളി. ഒരു മാസ് ഫിലിമിന്റെ ഒരു കിങ് ആണ് ശിവരാജ് കുമാർ. എക്സ്പെരിമെന്റൽ പടങ്ങളെ കിങ് ആണ് നമ്മുടെ റിയൽ സ്റ്റാർ ഉപേന്ദ്ര. ആൻഡ് ഐ ഹാവ് ഡൺ റിയലിസ്റ്റിക് ഫിലിംസ്. ഇതിന്റെ ഈ പടത്തിന്റെ വലിയ ക്വാളിറ്റി ആണ്. സോ വെൻ മൈ ക്യാരക്ടർ കംസ്, ഇറ്റ് ടേക്സ് ദ ടോൺ ഓഫ് റിയാലിറ്റി. വെൻ ദ അതർ 2 ക്യാരക്ടേഴ്സ് കം, it takes the tone of a cinematic moment and sometimes fantasy. Appo or a travel gettu. So I think intelligently the director have taken that, and without ruining anything, he has, weaved a beautiful story is what I feel. So let's see, I'm very eager for your response on first. Yeah.